കോടതിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പരാമർശമുണ്ടായി. മെറിറ്റിലേക്ക് കടന്നുകൊണ്ട് അത്തരം പരാമർശങ്ങൾ നടത്തുന്നതിനെതിരെ തന്നെയാണ് ഇപ്പോൾ ഒരു വിമർശനം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമാണ്. കാരണം നേരത്തെ ജാമ്യ പരിഗണിച്ച കോടതികൾ നടത്തിയ പരാമർശങ്ങളൊക്കെ ചർച്ചയായ ഇടം തന്നെയാണല്ലോ ഇത്. അന്ന് CPM അതിനെ പ്രതിരോധിച്ചത് അങ്ങനെയല്ല, ആ കോടതികളല്ല അതിൽ ഒരു പരാമർശം നടത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിവിടെ ബാധകമാണെങ്കിൽ ഈ കോടതിക്കും ഈ വിമർശനം ബാധകമാണ്. അത് ബാധകമാണ് എങ്കിൽ മാത്രം ഞാൻ കോടതിയെ വിമർശിക്കണം എന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ ഈ തന്ത്രിയിലേക്ക് പോയത് മന്ത്രിയെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ വീക്ഷണകോണ് മാത്രമല്ലേ? അവിടെയാണ് അത് രണ്ട് കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഗോവൻ സഖാവ് ദയവായി ശ്രദ്ധിക്കുകയും വേണം. അങ്ങ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഞാൻ ഒരു പൊതുജന പ്രക്ഷോഭവും വിശ്വാസത്തിന്റെ കാര്യവുമല്ല, ബന്ധു ആയതുകൊണ്ട് മാത്രമാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് 2018 5 സുപ്രീം കോടതിയുടെ വിധിന്യായം വന്നപ്പോ എല്ലാരും പകച്ചു നിൽക്കുമ്പോഴും ഞങ്ങൾ വിരലെണ്ണാവുന്ന വിശ്വാസികൾക്ക് പോരാടാൻ നമ്മൾ മുമ്പോട്ട് വന്നത് സത്യം ജയിക്കുമെന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ ഹൈക്കോടതിയല്ല, വിജിലൻസ് കോടതിയല്ല, സുപ്രീം കോടതിയുടെ 5 ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ പോരാടാൻ ഇറങ്ങി വിജയിച്ചവരാണ് ഞങ്ങൾ. ആ വിജയിച്ചതിന്റെ കാരണം നമ്മുടെ ഭാഗത്ത് സത്യം ഉള്ളതുകൊണ്ടാണ്. തന്ത്രിയുടെ വിഷയം വന്നപ്പോ ആദ്യം ഞങ്ങൾ എല്ലാം എടുത്ത സമീപനം എന്താണെന്നറിയാമോ? അയ്യപ്പനാണ് പ്രധാനം, തന്ത്രിക്ക് ഏതെങ്കിലും രീതിയിൽ ഇതിൽ കുറ്റമുണ്ടെങ്കിൽ ഞങ്ങൾ ആരും തന്ത്രിയെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ കേസ് പഠിക്കുമ്പോൾ പകൽ പോലെ വ്യക്തമാണ് തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നുള്ളത്. ഇനി 3, മാധു ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യം. എന്റെ ബന്ധു കൂടിയാണ് തന്ത്രി, എന്നാൽ തന്ത്രിയെ കുടുക്കിയതല്ലേ, ഇനി കടകംപള്ളി സുരേന്ദ്രൻ 2 ദിവസം ജയിലിൽ കിടക്കട്ടെ, മന്ത്രിയെ കൂടെ കൊടുക്കാം എന്ന് ഒരു വിശ്വാസിയും പറയില്ല. അതുകൊണ്ടാണ് എനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, ശബരിമല സുപ്രീം കോടതി വിധിന്യായം തെറ്റാണെന്ന് പറയാൻ ആർജവം കാണിച്ച വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിലൊരാൾ കടകംപള്ളി സുരേന്ദ്രനാണ്. ആരുമില്ലാതെ വിശ്വാസികളുടെ കൂടെയുള്ള സമയത്ത് പോലും ഞങ്ങളെ സഹായിക്കാൻ പ്രസ്താവന വഴിയെങ്കിലും വന്നൊരാൾ ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. വെല്ലുവിളിച്ച് വിജയിച്ചു എന്നുള്ള പ്രഖ്യാപനമൊക്കെയാണ് കേട്ടോ നടത്തുന്നത്. അഭിഭാഷകൻ കൂടിയാണ്. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു സവിശേഷമായ സാഹചര്യം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് അധികം കമന്റ് നടത്തുന്നില്ല. അത് മറ്റൊരു വിഷയമല്ലേ, പോട്ടെ, അത് വരുന്നില്ല. അത് റിപ്പോർട്ടറിൽ തന്നെ ഉണ്ട്. ഞാൻ റിപ്പോർട്ടറിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്കെതിരെ കോടതിയെ ലക്ഷ്യത്തിനായി അവിടുത്തെ വളരെ മുതിർന്ന ഫെമിനിസ്റ്റ് ജഡ്ജ് ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ അവതരിപ്പിച്ചു. അത് മറ്റൊരു വിഷയമാണ്. മാധു അഭിലാഷിനോട് ചോദിച്ചാൽ മതി, ആ വിഷയം അറിയാം. അതാണ് സത്യവും. ഞാൻ എനിക്കൊരു കാര്യം ചോദിക്കണമെങ്കിൽ ഇപ്പൊ മറ്റൊരാളെ ഫോണിൽ വെച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതൊന്നും തീർത്തോട്ടെ, അതല്ല പോയിന്റ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന നല്ലൊരു സഖാവായ കമ്മ്യൂണിസ്റ്റുകാരനായ ആ മനുഷ്യൻ മാത്രമാണ് ശബരിമല വിധിന്യായം സുപ്രീം കോടതിയുടെ തെറ്റാണെന്ന് ആർജവത്തോടെ പറഞ്ഞത്. CPM-നെ പോലൊരു പാർട്ടി സംവിധാനത്തിൽ പോലും ഗോവിന്ദൻ മാഷ് ഇത് കഴിഞ്ഞ അധ്യായമെന്ന് പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ സഖാവ് ഇത് അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞു. അതുപോലുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് വേണ്ടത്, അതുപോലുള്ള സഖാക്കളാണ് വേണ്ടത്. അല്ലെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലുള്ള നമുക്ക് ഇഷ്ടമുള്ളത് പറയുന്നവരൊക്കെ വേണം, അല്ലാത്തവരൊക്കെ വേണ്ട എന്ന നിലപാടെടുക്കാൻ പറ്റുമോ? അതൊന്ന് തീർത്തോട്ടെ, ഒരു നിലപാടാണ്. സങ്കീർണ ഒരു 2 വരി എടുക്കൂ. ഈ വിഷയത്തിന് ഒരു സത്യമുണ്ട്. ശബരിമല യുവതി പ്രവേശത്തിലെ വിഷയത്തിലെ സത്യം സുപ്രീം കോടതി വിധി തെറ്റാണെന്നുള്ളതാണ്. അത് BJP-യിലെ നമ്മുടെ ശ്രീപത്മനാഭൻജി പറഞ്ഞു, ഇപ്പം കടകംപള്ളി സുരേന്ദ്രൻ സാർ മുമ്പ് പറഞ്ഞു. ആ വിധിന്യായം തെറ്റാണ്. ഒന്ന്, അതേപോലെ ശബരിമല തന്ത്രി എന്റെ ബന്ധു ആയതുകൊണ്ടല്ല ശബരിമല തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കിയതാണ്. അതേ കാര്യമല്ല ഇപ്പൊ നോക്കൂ, നിങ്ങൾ പറയുമ്പോൾ അത് വിശ്വാസത്തിന്റെ ഭാഗമായി ശരി എന്നുള്ളത് അതേ കാര്യമല്ലേ ഇന്ന് നിയമമന്ത്രി പറഞ്ഞത്? അത് ഈ പറയുന്ന ജാമ്യം പരിഗണിച്ച കോടതി പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അതിൽ അസ്വാഭാവികതയുണ്ട്. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ അത് ഓക്കെയാണ്, അദ്ദേഹത്തിന് പറയാം. പക്ഷേ ഈ വിഷയത്തിന് ഒരു മെറിറ്റ് ഇല്ലേ? അതായത് തന്ത്രിയെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഇൻക്രിമിനേറ്റിംഗ് ആയ എന്തെങ്കിലും വേണ്ടേ? യഥാർത്ഥത്തിൽ പോലീസുകാരെ ഉപയോഗിച്ച് ഒരു ക്രിമിനൽ കേസിൽ ഒരാളെ കൊടുക്കാൻ നോക്കുന്നതും ഒരു ജാമ്യവിധിയാണ്. മറ്റേത് നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. ഇതൊക്കെ താല്പര്യ സംരക്ഷണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അവസരത്തിനൊത്ത് പറയുന്ന കാര്യങ്ങളാണ്. തീർത്തോട്ടെ, വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. അതായത് ഒരു കാര്യം, ക്രിമിനൽ കേസിൽ ഒരാൾക്ക് അനുകൂലമോ എതിരുമായി പറയുന്നത് പോലെ അല്ല ഒരു പോളിസി വൈസ് കേസിൽ ഒരു അനുകൂലമോ എതിരുമായ നിലപാടെടുക്കുന്നത്. തന്ത്രിക്കെതിരെ കടുകുമണിയോളം പോലും തെളിവില്ല. ശബരിമല യുവതി പ്രവേശന കേസ് ക്രിമിനൽ കേസല്ല, ഒരു പോളിസി കേസാണ്. ആർട്ടിക്കിൾ 14 വേഴ്സസ് ആർട്ടിക്കിൾ 25. അത് ആശയപരമായ ഭരണഘടനാപരമായ ഒരു ചോദ്യമാണ്. പക്ഷെ തന്ത്രിക്കെതിരെയുള്ള ചോദ്യം, തന്ത്രി ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. തന്ത്രിക്കെതിരെ യാതൊരു, അങ്ങനെയാണെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ. അതായത് ഇപ്പോ കോടതിയുടെ വിധിയൊക്കെ വന്നിരിക്കുകയല്ലേ, ഇത് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു പോകാമല്ലോ. ഇപ്പൊ SIT എന്തായാലും ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യാണ്. സ്റ്റെപ്പുകൾ ഉണ്ടാവും. ഇത് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. നമ്പി നാരായണനെ 50 ദിവസം കള്ളക്കേസിൽ പിടിച്ചിട്ടതിന് ശേഷം, നമ്പി നാരായണനെ കള്ളക്കേസിൽ 50 ദിവസം ജയിലിൽ പിടിച്ചിട്ടതിന് ശേഷം 41 ദിവസം ശബരിമല തന്ത്രിയെ കള്ളക്കേസിൽ പിടിച്ചിട്ടു. ആ 41 ദിവസം എന്ന് ശ്രീ മഹേഷ് പണിക്കർ പറയുന്ന സത്യമാണ്. പക്ഷേ അത് അയ്യപ്പൻ ഇനിയും വലിയ നല്ല കാര്യങ്ങൾ വരുന്നതിനുള്ള മുന്നോടിയാണ്. അത് ഇനിയും വന്ന് കാണാം. അന്ന് ആരെങ്കിലും വിചാരിച്ചോ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ഞങ്ങൾ ജയിക്കുമെന്ന്? ആരും കൂടെ ഇല്ലായിരുന്നു ഞങ്ങൾ ജയിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചോ? പിന്നീട് CPM വീട് വീടാത്തവരെ കയറി ക്ഷമ പറഞ്ഞില്ലേ? അതേപോലെ നാളെ തന്ത്രിയോട് ക്ഷമ പറയുന്ന ഒരു കാലം വരും. അന്നും മാധു ഞാനും ഗോപൻ സാറും ഈ ചർച്ചയായിരിക്കും. ഞാൻ അന്നും ഇത് ഓർപ്പിക്കും ഗോപൻ സാറിനെ. സാർ ഓർത്തു വെച്ചിരുന്നത് ശരി, ഓക്കെ. പക്ഷേ ഈ വിജയിച്ചു എന്ന് പറയുന്നത് നിയമപരമായിട്ടല്ല, ഇപ്പോഴും അതിന് സ്റ്റേ ഇല്ല. അത് രാജ്യത്തെ നിയമം
നിയമം പുറപ്പെടുവിച്ച ഒരു വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് കൂടെ നിന്നവരൊക്കെ അങ്ങ് ഇന്ന് നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. ഇനി ഒരു ചർച്ച വന്നാലും ഇത് അപ്പോൾ എതിർത്തൊരു വിധിയാണ് വരുന്നത് എങ്കിൽ പോലും അപ്പോഴത്തെ വിധിയാണ് അപ്പോഴത്തെ നിയമം എന്നുള്ളതാണ് രാജ്യത്തിന്റെ നിയമം നിഷ്കർഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ അന്നും ഇത് പറയുകയും ചെയ്യും. Debate with Madhu Saji.